السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, ആകാശത്തെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ പാഠവും. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു, അവർ ആകാശത്തേക്ക് അതിനെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന് നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന്. വഇലസ്സമാഇ കൈഫ റുഫിഅത്. അപ്പൊ ഇതിൽ ധാരാളം നമുക്ക് ചിന്തിക്കാനുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ അംബിയായിലെ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വജഅൽന സ്സമാഅ സഖഫൻ മഹ്ഫൂള വഹും അൻ ആയാതിഹാ മുഅ്രിളൂൻ. ഈ ആകാശത്തെ അല്ലാഹു തആല ഒരു സുരക്ഷിതമായ മേൽക്കൂരയാക്കി, എങ്കിലും അതിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ജനം തിരിഞ്ഞു കളയുന്നു എന്ന് അല്ലാഹു പറയുന്നു. ജനം എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നല്ല അർത്ഥം, അതില് ചിന്തിക്കുന്നവരും ഉണ്ട്, എങ്കിലും അധിക പേരും അതിനെപ്പറ്റി ചിന്തിക്കാത്തവരാണ്. എന്താണ് ഈ ആകാശത്തെ അല്ലാഹു തആല മേൽക്കൂരയാക്കി എന്ന് പറഞ്ഞത്? അവിടെ ഇന്ന് അടുത്ത കാലത്തായി ശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി ധാരാളം കണ്ടുപിടിച്ചു. നമ്മുടെ ഈ ഭൂമിയെ വലയം ചെയ്തുകൊണ്ട് ഒരുപാട് പാളികള്, ആവരണങ്ങള് ഉണ്ട്. നമ്മുടെ ഭാഷയിൽ പാട എന്ന് പറയുന്നു. ഈ ആവരണങ്ങളാണ് ഒരു ഉദാഹരണത്തിന് ഓസോൺ ലെയർ പോലെ. ഇത് നമ്മെ രക്ഷിക്കുന്നു പലജാതി ഹാനികരമായ കാര്യങ്ങളിൽ നിന്ന്. നമ്മെ രക്ഷിക്കാൻ, ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് ഈ പാളികളെ. ശാസ്ത്രം കണ്ടുപിടിച്ച ഒരുപാട് പാളികളുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ ലെയർ, മേസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഐസോനോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെ ഒരുപാട് വേറെയും ആവരണങ്ങൾ ഉണ്ട്. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഒരു സുരക്ഷിതമായ മേൽക്കൂര, നമ്മെ രക്ഷിക്കുന്ന ഒരു മേൽക്കൂരയാക്കി എന്ന്. ഈ ഭൂമിയെ വലയം ചെയ്തുകൊണ്ട് ജീവന്റെ നിരന്തരതക്ക് വായുമണ്ഡലം അതിന്റെ ദൗത്യം നിർവഹിക്കുന്നു. ഈ പാളികൾക്ക് അല്ലാഹു തആല ദൗത്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനെ അത് നിർവഹിക്കുന്നു. ഭൂമിയിലേക്ക് പതിക്കാനെടുക്കുന്ന ചെറുതും വലുതുമായ ഉൽക്കകളെ നശിപ്പിച്ചുകൊണ്ട് ഹാനികരത്തിൽ നിന്ന് ഭൂമിയെ അത് സംരക്ഷിക്കുന്നു. ഇല്ല എങ്കിൽ അതൊക്കെ ഇവിടെ പതിച്ചാൽ ഇവിടെ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകും. കൂടാതെ ശൂന്യാകാശത്തിൽ നിന്ന് പതിക്കുന്ന ഹാനികരമായ, വളരെയധികം ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന പ്രകാശരശ്മികളെ ഈ മേൽക്കൂരകൾ അരിച്ചെടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഹാനികരമല്ലാത്തതും നമുക്ക് ഉപകാരപ്രദവുമായ റേഡിയോ തരംഗങ്ങൾ പോലെയുള്ളവയെ അത് ഭൂമിയിലേക്ക് കടത്തിവിടുന്നു. അതാണ് അതിന്റെ ദൗത്യം. ഈ റേഡിയോ തരംഗങ്ങൾ പോലെയുള്ളവര് നമ്മുടെ ജീവിതത്തിന് ഈ വികിരണങ്ങള് അത്യാവശ്യമാണ്. അതിനെ ഇങ്ങോട്ട് വിടുന്നു, അരിച്ചെടുത്ത് ഇങ്ങോട്ട് വിടുന്നു, നമുക്ക് ഹാനികരമായതിനെ തിരിച്ചയക്കുന്നു ഈ പാളികൾ. പക്ഷെ നമുക്ക് നഗ്നനേത്രത്തിൽ കണ്ടാൽ അങ്ങനെ കാണാൻ പറ്റൂല. സൂര്യനിൽ നിന്ന് വരുന്ന അതിതീക്ഷ്ണമായ അൾട്രാ വൈറസ് രശ്മികളെ ഓസോൺ പാളികൾ അരിച്ചെടുക്കുന്നു. എന്നിട്ടാണ്
അരിച്ചെടുത്ത് നമുക്ക് അത്യാവശ്യമുള്ളതിനെ ഇങ്ങോട്ട് കടത്തിവിടുന്നു, അല്ലാത്തതിനെ അത് തിരിച്ചയക്കുന്നു. ഏകദേശം 270 സെൽഷ്യസ് ശൂന്യാകാശത്തിൽ നിന്ന് വരുന്ന അതിതീക്ഷ്ണമായ തണുപ്പിനെ ഈ വായുമണ്ഡലം, അതായത് ഈ പാളികൾ, അവകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഐസാകാനുള്ള താപനില ഏകദേശം 0 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. വായുമണ്ഡലം മാത്രമല്ല, ഭൂമിയുടെ കാന്തിക വലയം കൊണ്ട് നിർമ്മിതമായ വാൻ അലൻ ബെൽറ്റ് എന്ന് പറയുന്ന ആ പാളി ആവരണം സൂര്യനിൽ നിന്നും മറ്റുള്ള നക്ഷത്രങ്ങളിൽ നിന്നും നിരന്തരമായി പ്രസരിപ്പിക്കുന്ന ഈ വികിരണങ്ങള് മരണഹേതുവാണ്. സത്യത്തിൽ എല്ലാവരും മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അവയൊക്കെ അത് എന്താക്കുന്നുണ്ട്? തടുക്കുകയും തടയുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിന് അല്ലാഹു തആല കൊടുത്ത ദൗത്യമാണ് ഇങ്ങനെ ചെയ്യണം എന്ന്. സൂര്യനിൽ നിന്നുണ്ടാകുന്ന പൊട്ടിത്തെറികൾ സത്യത്തില് അതിന്റെ ഗഹനം, അതിന്റെ ശക്തി വന്ന് നാം മനസ്സിലാക്കിയാൽ അത് ഭയങ്കരം അത്ഭുതം തന്നെയാണ്. പണ്ട് ജപ്പാനിലെ ഹിരോഷിമയിലെ ആറ്റം ബോംബ് വർഷിപ്പിച്ചപ്പോൾ അത് ഭയങ്കര ശക്തിയുള്ളതായിരുന്നു. ആ ബോംബ് വർഷിപ്പിച്ച് 58 മണിക്കൂറിന്റെ ശേഷം ഉപരിതലത്തിലെ 250 കിലോമീറ്ററിന്റെ അപ്പുറത്ത് നോക്കിയപ്പോഴേക്ക് 250 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു. 250 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു. ഈ ചൂടിന്റെയും ഈ സൂര്യന്റെ പൊട്ടിത്തെറി കൊണ്ടുണ്ടാകുന്ന ചൂടത്രേ. ഈ ഞാൻ പറഞ്ഞ ചൂടിന്റെയും 100 ബില്യൺ ഇരട്ടി കൂടുതലാണ്. ആ ചൂട്, ആ സൂര്യന്റെയും മറ്റുള്ള നക്ഷത്രങ്ങളുടെ പൊട്ടിത്തെറി നേരെ ഇങ്ങോട്ട് പതിച്ചാൽ ഇവിടെ ഭൂമി തന്നെ ഉണ്ടാവുകയില്ല. ഇതിനൊക്കെ ഈ പാളികൾ ഇതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. അതാണ് അല്ലാഹു തആല പറഞ്ഞത്. പിന്നെ ആകാശത്തെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മേൽക്കൂരയാക്കി. അവിടെയും അല്ലാഹു പറയുന്നു അതിനെപ്പറ്റി ആൾക്കാർ തിരിഞ്ഞു കളയുന്നു, ചിന്തിക്കുന്നില്ല. ചുരുക്കത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ ഈ മഹാ അത്ഭുതങ്ങളെപ്പറ്റി ചിന്തിക്കാൻ ധാരാളം ഉണ്ട്. ഒക്കെ നമ്മെ സംരക്ഷിക്കാനായി അല്ലാഹു തആല ഇത് നിർമ്മിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ മുഴുവനും പഠിച്ചാൽ തീരാത്ത അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള്, അള്ളാഹുവിന്റെ സയൻസ്, അതായത് അള്ളാഹു സൃഷ്ടിച്ച മഹാത്ഭുതങ്ങൾ ധാരാളം ഉണ്ട്. അവിടെയൊക്കെ അള്ളാഹു പറയുന്നത് ചിന്തിക്കണം, ചിന്തിക്കണം, പഠിക്കണം, ഗവേഷണം ചെയ്യണം, നിരന്തരം നിങ്ങൾ പഠിക്കണം എന്നാണ്. അതിനെപ്പറ്റി പഠിച്ചാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അല്ലാഹു തആല അള്ളാഹു പൊരുത്തപ്പെട്ട ആൾക്കാരിൽ നമ്മെ പെടുത്തട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.